ഇനി ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ വിശ്വാസങ്ങളിലേക്കും അബദ്ധജടിലമായ സംസാരങ്ങളിലേക്കുമാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നാളിതുവരെ മുസ്ലിം ലോകം വിശ്വസിച്ചു പോന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണോ യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദുകളും വിശ്വസിക്കുന്നത്, അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു 2-3 ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന ആള്, അയാള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും മുസ്ലിമാണോ എന്നുള്ള ഡൗട്ടിലാ മൂപ്പര്. നോക്കണം നിങ്ങൾ, നാളിതുവരെയുള്ള മുസ്ലിം ലോകത്തിന് തർക്കമില്ലാത്ത ഒരു വിഷയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവര് മുസ്ലിമീങ്ങളാണ്, കാഫിറുകളും മുശ്രിക്കുകളുമല്ല എന്ന വിഷയം. പക്ഷേ വെറുതെ ആവശ്യമില്ലാത്ത തർക്കം, അതും ഗൗരവകരമായിട്ടുള്ള തർക്കമാണ് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മയും ബാപ്പയും മുസ്ലിമാണോ എന്നിട്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു തരം പ്രസംഗമാണ് KV അബ്ദുൽ ലത്തീഫ് മൗലവി നടത്തുന്നത്. അതൊന്ന് കേൾക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നബിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമാണോ? എന്നിട്ടല്ലേ ഇത് അള്ളങ്ങട്ട് അയച്ചു കൊടുത്തിക്കല്ലേ ഇവർ ഒന്നായിട്ട്? ആരോട് ചോദിച്ച് ആരേതൊക്കെ പറഞ്ഞ നിങ്ങളോട്? നമ്മളോട് ആരാത് പറഞ്ഞത്? അമ്മക്ക് വലിയ ഡൗട്ട്. എന്ത് നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും പിന്നെ കാഫിറുകളല്ല മുസ്ലിമീങ്ങളാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചാ മുസ്ലിം ആണോ? ആര് നിങ്ങളോട് ഇത് പറഞ്ഞത്? എന്നോട് ആരെയും പറഞ്ഞു പോയത്തം പറയണത്? നിങ്ങൾ നോക്കി, ഇതൊക്കെ ഗൗരവപരമായ വിഷയം. എത്ര പ്രായമുള്ളവരുണ്ട് എന്റെ സദസ്സിൽ? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ മദ്രസയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്, മദ്രസകൾ നമ്മുടെ നാടുകളിൽ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി? ഏതെങ്കിലും ഒരു ഗുരുവര്യൻ ഇന്നുവരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇമാമ് റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബീവിയും റസൂലുള്ളാഹിന്റെ ഉപ്പയും അതേ കാഫിറും മുശ്രിക്കുമാണ്, മുസ്ലിമല്ല, ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? വല്ല സ്വഹാബിയും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇത് അപകടകരമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഇത് മനുഷ്യനെ യഥാർത്ഥ തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന വിശ്വാസങ്ങളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ നാട്ടിൽ ഐക്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ എന്റെ പൊന്നുമക്കളെ ചിത്രതയുടെ വിഷവിത്ത് ഭാഗാൻ ശ്രമിക്കുമ്പോൾ ഈ വിധമുള്ള വിശ്വാസമാണല്ലോ, അതിന്റെ പ്രചാരണത്തിനാണല്ലോ നാളിതുവരെ ഈ നാട്ടിൽ നടന്നു പോന്നിട്ടുള്ള ഐക്യത്തിന് ഞങ്ങൾ കത്തിവെക്കാൻ ശ്രമിക്കുന്നതെന്ന ചെറിയ ഒരു ബോധമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകണേ. അതുകൊണ്ട് നമ്മൾ ഇന്നുവരെ ജീവിച്ച ജീവിത രീതി അത് റസൂലുള്ളാഹിന്റെ ബാപ്പയും ഉമ്മയും മുസ്ലിമാണെന്ന വിശ്വാസമാണ്. നിങ്ങൾക്കറിയില്ലേ, അതേ 6-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകനായ മുജദ്ദിദായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിലൂടെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും കാഫിറല്ല, ബാപ്പയും ഉമ്മയും മുശ്രിക്കല്ല. കാരണം അത് പരിശുദ്ധ ഖുർആനിന്റെ ഘടകവിരുദ്ധമാണ്. കാരണം മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കീങ്ങൾ മാലിന്യമാണ്, അവര് നജസാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ നേതാവിന്റെ ഉമ്മയും ബാപ്പയും മാലിന്യമാണ്, നജസാണ് എന്നും ആ നജസിൽ നിന്നാണ് ലോകത്തിന്റെ നേതാവിനെ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നുമുള്ള ഗൗരവപരമായിട്ടുള്ള ആശയം വരും. അതുകൊണ്ട് അത് കഠിന തെറ്റാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹവീലിൽ ഫതാവയിൽ രേഖപ്പെടുത്തുകയാണ്, വനാഹീക ബിഹി, പൊന്നു മോനെ നിനക്ക് മതി, ബിഹി ഇമാം റാസി തന്നെ തങ്ങൾ തന്നെ മതി, ഇമാമതൻ വദലാലതൻ, നേതൃത്വത്തിനും മഹാത്മ്യത്തിന്റെ വിഷയത്തിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ മതി നിങ്ങൾക്ക്. എന്താണ്? ഫഇന്നഹു ഇമാമു അഹ്ലിസുന്ന,
സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് നേതൃത്വം കൊടുക്കാൻ മാത്രം പക്വതയുള്ള ഇമാമാണ്. ഫീ സമാനിഹി തന്റെ കാലഘട്ടത്തിൽ വൽ ഖായിമു ബിർറദ്ദി അലാ ഫിറഖിൽ മുബ്തദിഅത്തി ഫീ വഖ്തിഹി തന്റെ കാലഘട്ടത്തിലുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളോട് ഖണ്ഡന പ്രഭാഷണം നടത്തിയ മഹാനാട് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വന്നാസിറു ലിമദ്ഹബിൽ അശാഇറതി ഫീ അസ്രിഹി തന്റെ കാലഘട്ടത്തിൽ അശ്അരി മദ്ഹബിനെ അതിന് സഹായിച്ച നേതാവാണ്. വഹുവൽ ആലിമുൽ മബ്ഊസ് അലാ റഅസിൽ മിഅത്തി സാദിസതി ലിയുജദ്ദിദ ലിഹാദിഹിൽ ഉമ്മത്തി അംറ ദീനിഹാ 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ സമൂഹത്തിലെ മുജദ്ദിദായി അല്ലാഹു നിയോഗിച്ച വ്യക്തിയാണ് മഹാനായ ഇമാം റാസി തങ്ങൾ കേട്ടു.